ഹായ് ഫ്രണ്ട്സ്, സക്സസ് സീരീസ് എന്ന പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗേൾ മൂവിങ് ലൈക്ക് എ സ്നേക്ക്, പാമ്പിനെ പോലെ നൃത്തമാടുന്ന എഴയുന്ന ഒരു പെൺകുട്ടി. ഇത് റിയൽ പൊസിഷനല്ല, ക്രിയേറ്റഡ് പൊസിഷനാണ്. ഒരു പെൺകുട്ടി, അവൾക്ക് 24 വയസ്സായിരുന്നു, അൺമാരിഡ് ആണ്. അവൾക്ക് വിവാഹത്തോട് തീരെ ഇഷ്ടമില്ല. വിവാഹത്തോട് ഒരു എതിർ മനസ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. വിവാഹത്തിന് സമ്മതിക്കില്ല. കാരണം അവളുടെ മാതാവും അവരുടെ ബന്ധത്തിലുള്ള സ്ത്രീജനങ്ങളുടെയും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വൈവാഹിക ജീവിതത്തിലെ പരാജയവും കണ്ടിട്ടാണ് ഈ കുട്ടിക്ക് മാരേജിനോടൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വന്നത്. അങ്ങനെ ആ പെൺകുട്ടിയോട് വീട്ടുകാർ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ നിർബന്ധിക്കുന്ന സമയത്ത് ഇവൾക്ക് രൂപഭാവം മാറുകയും അവൾ ഒരു പാമ്പിനെ പോലെ നൃത്തമാടുകയും പാമ്പിനെ പോലെ നിലത്ത് കിടന്ന് എഴുകയും ചെയ്യും. ഇതായിരുന്നു കംപ്ലൈൻറ്റ്. അങ്ങനെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തു. ഓൺലൈനാണ് നമ്മൾ കൗൺസിൽ ചെയ്തത്. റൊക്കിയ ചെയ്തു കൊടുത്തു, കുറച്ച് പരിശുദ്ധ ഖുർആൻ ഓതി കൊടുത്തു ഓൺലൈൻ. ആ സമയത്ത് ഈ കുട്ടിയുടെ ബിഹേവിയർ കണ്ടപ്പോൾ, നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചെടുത്തപ്പോൾ, ഈ കുട്ടി പാമ്പ് എഴയുന്ന സിനിമ കണ്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു മനുഷ്യ സ്ത്രീയെ ഒരു മതപരമായ ചടങ്ങ് നടത്തിക്കൊണ്ട് പാമ്പാക്കി മാറ്റുന്ന ഒരു സിനിമ. ആ സിനിമയുടെ പേര് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ രീതിയിലുള്ള സിനിമ പലതവണ കണ്ടിട്ടുണ്ട് ഈ കുട്ടി. അങ്ങനെ കാണുമ്പോഴെല്ലാം ഒരു ഭക്തി പുരസ്സരമാണ് ഈ കുട്ടി ഇത് കാണുന്നത്. അതിന് പുറമെ അവളുടെ ഉള്ളിൽ ഒരു ഉൾഭയം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഭയമാണ് അവളുടെ മനസ്സ് പതറുമ്പോൾ അല്ലെങ്കിൽ മനസ്സിന് ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഫ്ലിപ്പാകുന്ന സമയത്ത് ഇവളിൽ പ്രകടമാകുന്നത്. ഇത് ശരിക്കുള്ളൊരു പൊസിഷൻ അല്ല. ഇറ്റ് ഈസ് നോട്ട് എ റിയൽ പൊസിഷൻ, ബട്ട് ഇറ്റ് ഈസ് എ ക്രിയേറ്റഡ് പൊസിഷൻ വിച്ച് ഈസ് കാൾഡ്, ഇതാണ് പൊസിഷൻ സിൻഡ്രോം അല്ലെങ്കിൽ ക്രിയേറ്റഡ് പൊസിഷൻ എന്നൊക്കെ DSM കാറ്റഗറിയിലും അതുപോലെ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്, ലോകാരോഗ്യ സെന്ററിനെ പുറത്തിറക്കുന്ന ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസിലെല്ലാം പൊസിഷൻ സിൻഡ്രോം, ഡിസോസിയേറ്റീവ് ട്രാൻസ് അല്ലെങ്കിൽ ക്രിയേറ്റഡ് പൊസിഷൻ എന്ന പേരിലാണ് ഇതൊക്കെ അറിയപ്പെടുന്നത്. ഇത് അൽഹംദുലില്ലാ, താങ്ക്സ് ഗോഡ്, നമ്മൾ ഓൺലൈനോടെ മാത്രമാണ് ചെയ്തത്. ഓൺലൈനോടെ ചെയ്ത് ഈ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കുകയും വിവാഹത്തോടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുത്തു. ഇവരുടെ പ്രശ്നം ഈ രൂപം മാറുന്ന അല്ലെങ്കിൽ പ്രകടമാകുന്ന അത് തെറാപ്യൂട്ടിക് കൗൺസിലിങ്ങിലൂടെ ഫ്രീ ആക്കിയെടുക്കുകയും അവളുടെ ജീവിതത്തിൽ വിവാഹത്തോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റി അവൾ വൈവാഹിക ജീവിതത്തിലേക്ക് വരികയും മാരീഡായി ഇപ്പം അൽഹംദുലില്ലാ ദുബൈയിൽ ഭർത്താവിനോടൊപ്പം താമസിക്കുന്നു.